ദേശീയ വിമോചന ദിനാഘോഷങ്ങളുടെ നിറവിൽ കുവൈത്ത്. സർക്കാർ തലത്തിലും വിവിധ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നിരവധി പരിപാടികളാണ് അരങ്ങേറുക. മലയാളികളടക്കമുള്ള പ്രവാസി സമൂഹവും ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ഫെബ്രുവരി 25-26 തീയതികൾ കുവൈറ്റിന്റെ ചരിത്രത്തിൽ അതിമഹത്വത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങളാണ്. ഫെബ്രുവരി 25-ന് നാഷണൽ ഡേയും 26-ന് ലിബറേഷൻ ഡേയും രാജ്യത്ത് വർണ്ണശബളമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുക. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1961 സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണയ്ക്കായി 1963 മുതൽ ഫെബ്രുവരി 25 ദേശീയ ദിനമായി ആഘോഷിക്കപ്പെടുന്നു. 1991 ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം വിജയകരമായി പൂർത്തിയാക്കുകയും ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തതിന്റെ സ്മരണയ്ക്കാണ് ഫെബ്രുവരി 26 ലിബറേഷൻ ഡേ ആയി ആഘോഷിക്കുന്നത്. കുവൈറ്റിലെ ജനവാസ കേന്ദ്രങ്ങളെല്ലാം ദീപാലങ്കാരങ്ങളാൽ മനോഹരമാണ്. പതാകകളാൽ വീടുകളും സ്ഥാപനങ്ങളും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും വളരെ സന്തോഷത്തോടെയാണ് ദേശീയ ദിന ആഘോഷങ്ങളിൽ പങ്കാളികൾ ആകുന്നത്. വാരാന്ത്യ അവധിയടക്കം 5 ദിവസം അവധിയായതിനാൽ നിരവധി കലാപരിപാടികളും കുടുംബ സംഗമങ്ങളും ഈ ദിനങ്ങളെ സജീവമാക്കും. സർക്കാർ തലത്തിൽ നടക്കുന്ന ഡ്രോൺ ഷോ, ഫയർ വർക്ക്സ്, എയർ ഷോ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. പ്രവാസി വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടുമെന്ന് ഷാഫി പറമ്പിൽ. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ബഹ്റൈനിലെത്തിയ ഷാഫി പറമ്പിലിന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. UDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ബഹ്റിനിലെ RMPയുടെ പോഷക സംഘടനയായ നൌക ബഹ്റിനും ചേർന്നാണ് വടകര MP ഷാഫി പറമ്പിലിന് ബഹ്റിനിൽ സ്വീകരണമൊരുക്കിയത്. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഹൃദ്യം 2025 എന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഷാഫി പറമ്പിലിനെ കാണികളും അണികളും ജയ് വിളിച്ചാണ് സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ബഹ്റിനിൽ ഒരു നേതാവിന് ലഭിച്ച ഏറ്റവും വലിയ പൌരസ്വീകരണമാണ് എന്നാണ് ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ സ്വീകരണ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. ലോക്സഭയിൽ സംസാരിക്കാൻ ലഭിച്ച ആദ്യ അവസരത്തിൽ പ്രവാസികളുടെ വിഷയമായിരുന്നു പറഞ്ഞതെന്നും ഇനിയും പ്രവാസികൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദിക്കുമെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ UDF-നൊപ്പമായിരിക്കുമെന്നും യുവനിര അടക്കമുള്ള വലിയൊരു ടീമാണ് UDF-നെ അടുത്ത തിരഞ്ഞെടുപ്പിലും ഭരണത്തിലും നയിക്കുക എന്നും MP വ്യക്തമാക്കി. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കാൻ പോകുന്നത് ഇവരെല്ലാവരും കൂടെ ചേരുന്ന ഒരു ടീമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ബഹ്റിനിലെ ഇന്ത്യൻ എംബസി സന്ദർശിച്ച MP ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബുമായും ചർച്ച നടത്തി. സെൻട്രൽ മാർക്കറ്റിൽ സാധാരണ തൊഴിലാളികൾക്കൊപ്പവും ചിലവഴിച്ച ഷാഫി പറമ്പിൽ നാട്ടിലേക്ക് മൃതദേഹം അയക്കുമ്പോൾ വൈകുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അടക്കമുള്ളവ കേൾക്കുകയും ആവശ്യമായ നടപടികൾ എടുക്കാൻ സാധ്യമായവ ചെയ്യുമെന്നും ഉറപ്പു നൽകി. KMCC പ്രവർത്തകർ നൽകിയ സ്വീകരണ യോഗത്തിലും പങ്കെടുത്ത അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയാണ് മടങ്ങിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും കുറ്റ്യാടി മുൻ MLA-യുമായ പാറക്കൽ അബ്ദുള്ളയും അദ്ദേഹത്തോടൊപ്പം നാട്ടിൽ നിന്ന് എത്തിയിരുന്നു. OICC ദേശീയ ജില്ലാ ഏരിയ നേതാക്കൾ, പ്രവർത്തകർ, KMCC നാഷണൽ ജില്ലാ ഏരിയ നേതാക്കൾ, IYCCയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, RMP നേതൃത്വം കൊടുക്കുന്ന നൌകയിലെ നേതാക്കന്മാർ തുടങ്ങിയ പ്രമുഖരും ചടങ്ങുകളിൽ പങ്കെടുത്തു. 24 ബഹ്റൈൻ. സ്മാർട്ട് പാലക്കാട് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനൊരുങ്ങി ഇന്റൽ മണി. ഇന്റൽ മണിയുടെ സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇന്റൽ കെയർ പദ്ധതിയുടെ ഭാഗമായാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. സ്വന്തമായി ചുരുങ്ങിയത് 3.5 സെന്റെങ്കിലും ഭൂമിയുള്ള സർക്കാർ ഭവന പദ്ധതികളിൽ പെടാത്തവർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പദ്ധതി പ്രകാരം 500 മുതൽ 575 വരെ സ്ക്വയർ ഫീറ്റിൽ 2 കിടപ്പുമുറികളുള്ള വീടുകളാണ് നിർമ്മിക്കുക. ആദ്യഘട്ടത്തിൽ 20 വീടുകൾ നിർമ്മിച്ചു നൽകും. പദ്ധതിയിൽ ചേരാനുള്ള അപേക്ഷകൾ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ സമർപ്പിക്കാം. പദ്ധതി പ്രഖ്യാപനം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് സ്മാർട്ട് ഫൗണ്ടേഷൻ സാരഥി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ഇന്റൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ, ഇന്റൽ മണി ED ആൻഡ് CEO ഉമേഷ് മോഹനൻ, ക്രെഡിറ്റ് ആൻഡ് CSR മേധാവി ശ്രീകുമാർ, ബിസിനസ് ഹെഡ് ജിജിത് തെക്കയിൽ, മാർക്കറ്റിംഗ് മേധാവി ചഞ്ചൽ ഗംഗാധരൻ എന്നിവർ ചേർന്ന് നടത്തി. ഈ സ്മാർട്ട് പാലക്കാട് ഇനീഷ്യേറ്റീവിന് ആദ്യത്തെ സ്രോതസ്സായി 20 വീട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് ഞാൻ ഇന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഈ തുടക്കം പാലക്കാടുള്ള വേറെ ബാക്കിയുള്ള സംരംഭകർക്കും ഇവിടെ പാലക്കാട് പ്രവർത്തിക്കുന്ന ബാക്കി വ്യവസായങ്ങൾക്കും ഒക്കെ ഒരു പ്രചോദനമായിട്ട് അവർ സ്മാർട്ട് പാലക്കാടിന് കൂടെ പാർട്ട്ണർ ചെയ്ത് ഇനിയും ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് MLA-യുടെ കൂടെ നിന്ന് അവർ സഹായ സഹകരണങ്ങൾ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടീം വിക്ടോറിയ ഐലൻഡ് ജേതാക്കളായി.
കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ ഇന്റർ ഏരിയ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇക്കേജ പോലീസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് കേരള സമാജം പ്രസിഡന്റ് ഷീജു പ്രഭാകരൻ കിക്ക് ഓഫ് ചെയ്തു. വിവിധ ഏരിയകൾ തമ്മിൽ നടന്ന പ്രാഥമിക മത്സരങ്ങൾക്ക് ശേഷം നടന്ന ഫൈനലിൽ വിക്ടോറിയ ഐലൻഡ് എതിരില്ലാത്ത ഒരു ഗോളിന് കിരീടം കരസ്ഥമാക്കി. ടീം ഇല്ലുപേജു റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച താരമായി വിഷ്ണുദത്തിനെയും മികച്ച ഗോൾ കീപ്പറായി അതുൽ ജയദേവിനെയും ടോപ്പ് സ്കോററായി സതീഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. കുട്ടികൾക്കായുള്ള ഫുട്ബോൾ ടൂർണമെന്റും വനിതകൾക്കായുള്ള വിവിധ ഗെയിമുകളും ടൂർണമെന്റിന്റെ ഭാഗമായി നടന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഒരുമിച്ച് കാണുന്നതിനുള്ള അവസരവും ഗ്രൗണ്ടിൽ ക്രമീകരിച്ചു. അജു മോഹൻ, ശരത്, റോബിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ സ്പോർട്സ് കമ്മിറ്റി ടൂർണമെന്റിന് നേതൃത്വം നൽകി. ബ്ലസ്സൻ ചെറുവക്കൽ, 24, നൈജീരിയ. യുഎയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ എം ഗ്രൂപ്പിന് കീഴിലുള്ള 123 കാർഗോയുടെ പുതിയ ശാഖ അല്ലൈനിൽ ഷെരീഖാത്തിൽ ആരംഭിച്ചു. എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിലിന്റെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ഡിതനും പ്രഭാഷകനുമായ സിംസാറുൽ ഹക്ക് ഹുദവി ചടങ്ങിൽ മുഖ്യാതിഥിയായി. എം ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ, 123 കാർഗോ മാനേജർ ഫാസിൽ, മഷൂദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ സ്കൂട്ടർ അപകടങ്ങളിൽ ദുബായിൽ കഴിഞ്ഞ വർഷം പൊലിഞ്ഞത് 10 ജീവനുകൾ. 259 പേർക്ക് പരിക്കേറ്റതായും ദുബായ് പോലീസ് അറിയിച്ചു. ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിനിലാണ് പോലീസ് കണക്കുകൾ പുറത്തുവിട്ടത്. ഈ സ്കൂട്ടറുകളുടെ അശ്രദ്ധമായ ഉപയോഗത്തെ തുടർന്നുള്ള അപകടങ്ങളുടെ എണ്ണം ദുബായിൽ വർദ്ധിക്കുന്നതായാണ് ദുബായ് പോലീസ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം 254 അപകടങ്ങളാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. ഇതിൽ 10 പേർക്ക് ജീവൻ നഷ്ടമായതായും 259 ആളുകൾക്ക് പരിക്കേറ്റതായും ഇതിൽ 17 പേരുടെ നില ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചു. ദുബായ് പോലീസ് ആർടിയുമായി ചേർന്ന് നടപ്പാക്കുന്ന ക്യാമ്പയിനിനിടെയാണ് പോലീസ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. സുരക്ഷിതമായി ഈ സ്കൂട്ടർ ഉപയോഗിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ക്യാമ്പയിനിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. വേഗപരിധി പാലിക്കാതിരിക്കുക, റിഫ്ലക്റ്റീവ് ജാക്കറ്റുകളും ഹെൽമറ്റും ധരിക്കാതിരിക്കുക, അനുവദനീയമായ സ്ഥലങ്ങളിലൂടെ അല്ലാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പ്രധാനമായും അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. ഇത്തരക്കാർക്ക് പിഴയുൾപ്പെടെ ഈടാക്കും. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ദുബായ് പോലീസിന്റെ ആപ്ലിക്കേഷനിലൂടെയോ 901 എന്ന നമ്പറിലോ വിളിച്ചറിയിക്കാമെന്നും പോലീസ് വ്യക്തമാക്കി. 24 ദുബായ്. 40 വയസ്സിന് മുകളിലുള്ളവർക്കായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് UAE തൃശൂർ ക്രിക്കറ്റേഴ്സ് കൂട്ടായ്മ. തൃശൂർ ലെജൻഡ്സ് കപ്പ് സീസൺ 2 എന്ന പേരിൽ ഷാർജ ബത്തായ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടന്നത്. മത്സരത്തിൽ MCC ചേറ്റുവ ചാമ്പ്യന്മാരായി. B93 ഇന്നോടെക് കുന്നംകുളം റണ്ണേഴ്സ് അപ്പായി. B93 ഇന്നോടെക്കിന്റെ അനൂപാണ് ടൂർണമെന്റിലെ താരവും മികച്ച ബാറ്റ്സ്മാനും. B93 ഇന്നോടെക്കിന്റെ തന്നെ ഫായിസ് മികച്ച ബൗളറും മണികണ്ഠൻ മികച്ച കീപ്പറുമായി. വിജയികൾക്കുള്ള ട്രോഫിയും മെഡലുകളും രൂപേഷ് രവി വിതരണം ചെയ്തു. ഇസ്മയിൽ പൊടി, രൂപേഷ് രവി, ഷാഹുൽ ഹമീദ്, കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ദുബായ് വിമാനത്താവളത്തിലെ ടാക്സി സേവനത്തിന് ദുബായ് എയർപോർട്ടുകളും ദുബായ് ടാക്സി കോർപ്പറേഷനും കരാറിൽ ഏർപ്പെട്ടു. 5 വർഷത്തേക്കാണ് കരാർ. വിമാനത്താവളത്തിൽ നിന്നുള്ള ടാക്സി, ലിമോസിൻ വാർഷിക യാത്രകൾ 2029 ആകുമ്പോഴേക്കും 8 ദശലക്ഷത്തിലധികമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ വ്യക്തമാക്കി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബായ് വേൾഡ് സെൻട്രൽ, അൽ മക്തൂം ഇന്റർനാഷണൽ വിമാനത്താവളം എന്നിവിടങ്ങളിൽ നൽകി വരുന്ന ടാക്സി സേവനങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിനുള്ള പങ്കാളിത്ത കരാറിലാണ് DTCയും എയർപോർട്ടുകളും ഒപ്പുവെച്ചത്. ദുബായിൽ നടന്ന ചടങ്ങിൽ ദുബായ് ടാക്സി കമ്പനി CEO മൻസൂർ അൽ ഫലാസിയും ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിറ്റ്സുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇനി മുതൽ ദുബായ് വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് DTC അല്ലാതെ മറ്റൊരു കമ്പനിയുടെയും ടാക്സി സേവനം ഉപയോഗിക്കാൻ സാധിക്കില്ല. എന്നാൽ വിമാനത്താവളങ്ങളിലേക്ക് വരുന്ന യാത്രക്കാർക്ക് മറ്റ് നിയമാനുസൃത കമ്പനികളുടെ ടാക്സികൾ ഉപയോഗിക്കാം. 2024 2 വിമാനത്താവളങ്ങളിലുമായി 93 ദശലക്ഷം യാത്രക്കാർക്ക് DTC സേവനം നൽകിയതായും അധികൃതർ വ്യക്തമാക്കി. വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ടാക്സി, ലിമോസിൻ വാർഷിക യാത്രകൾ 2029 ആകുമ്പോഴേക്കും 8 ദശലക്ഷത്തിലധികമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 വർഷം മുൻപ് വരുമാനം 2.5 ബില്യൺ ദിർഹമാകുമെന്നാണ് കണക്കുകൂട്ടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയുടെ കാരണം തേടി പോലീസ്. പ്രതി അഫാന് ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യം എന്നാണ് സംശയം. അഫാൻ ആദ്യം മാതാവ് ഷെമിയെ ആക്രമിച്ചെന്നും മാതാവ് കൊല്ലപ്പെട്ടെന്ന ധാരണയിൽ മറ്റു കൊലപാതകങ്ങൾ നടത്തിയെന്നും പോലീസ് പറയുന്നു. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിൽ നിന്നാണ് കൊലപാതകത്തിനായി പ്രതി ചുറ്റിക വാങ്ങിയത്.
സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് അവസാനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പരസ്യം കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ വീട് വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കാണുന്ന രീതിയിൽ അവിടെ വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമാണ്, വേറെ ദുശീലങ്ങളെന്നുള്ള കൂട്ടത്തിൽപ്പെട്ടതല്ല. നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതുമല്ല. ഇങ്ങനെ ഇവിടെയാണ് ഇത് സംഭവം നടന്നെന്ന് പറഞ്ഞത്. 23 വയസ്സുകാരനായ അഫാൻ സഹോദരനും പെൺസുഹൃത്തും ഉൾപ്പെടെ 5 പേരുടെ ജീവനെടുത്തത് വൈരാഗ്യം മൂലമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആർഭാട ജീവിതത്തിന് പണം നൽകാത്തതാണ് വൈരാഗ്യത്തിന് കാരണം. കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെ: ഇന്നലെ രാവിലെ അഫാൻ ആദ്യം ആക്രമിച്ചത് മാതാവ് ഷെമിയെയാണ്. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. മാതാവിന്റെ കഴുത്തിൽ ഷാൾ കുരുക്കിയ ശേഷം നിലത്തേക്കെറിഞ്ഞു. തലയിടിച്ച് ബോധരഹിതയായ മാതാവ് കൊല്ലപ്പെട്ടു എന്ന ധാരണയിൽ വീട്ടിലെ മുറിക്കുള്ളിലാക്കി പൂട്ടി. ശേഷം പ്രതി പോയത് പാങ്ങോട് പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലേക്ക്. ആഭരണം ചോദിച്ച് തർക്കമായതോടെ സൽമയെ ഭിത്തിയിൽ തലയിടിപ്പിച്ച് കൊന്നു. തുടർന്ന് അവിടെ നിന്ന് ആഭരണവുമായി അഫാൻ വെഞ്ഞാറമൂടെത്തി പണയം വെച്ചു. അവിടെ നിൽക്കുമ്പോഴാണ് പിതൃസഹോദരൻ ലത്തീഫ് ഫോണിൽ വിളിക്കുന്നത്. ഇതോടെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിന് പരിസരത്തെ ഹാർഡ്വെയർ സ്റ്റോറിൽ നിന്നും ചുറ്റിക വാങ്ങി. ഓർമ്മയിൽ വന്നാരും വാങ്ങിയിട്ടുമില്ല ഈ സാധനം. അങ്ങനെ എന്തോ എൻ്റെ ഓർമ്മയിലില്ല. വേറെ ആരും വന്ന് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ഈ പയ്യൻ അങ്ങനെ കണ്ടിട്ടുമില്ല വലുതായിട്ടൊന്നും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ റോഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നേരത്തെ അങ്ങനെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നേരെ ചുള്ളാളത്തെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ സജിതയെയും കൊലപ്പെടുത്തി. ഇവിടെ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ പെൺസുഹൃത്ത് ഫർഹാനയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി. അവസാനം കൊലപ്പെടുത്തിയത് സഹോദരൻ അഹ്സാനെയാണ്. കളിസ്ഥലത്തായിരുന്ന അഹ്സാനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അഫാൻ ലഹരിക്കടിമയായിരുന്നുവെന്നും പോലീസ്. അതിന്റെ എവിഡൻസ് ഉണ്ട്, ലഹരി ഉപയോഗിക്കുന്നു. അതിന്റെ എവിഡൻസ് ഉണ്ട്. നമ്മൾ കൂടുതൽ സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പറയാം. ഉണ്ട്, എല്ലാ എവിഡൻസും ഉണ്ട്. 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നടന്ന സംഭവമായതിനാൽ ദക്ഷിണ മേഖല ഐജിയുടെ മേൽനോട്ടത്തിൽ 3 ഡിവൈഎസ്പിമാരാണ് അന്വേഷണം നടത്തുന്നത്. പിതൃ സഹോദരൻ ലത്തീഫിനെ അഫാൻ 20-ലധികം തവണ തലക്കടിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. തന്റെ പ്രണയബന്ധത്തിൽ വിയോജിച്ചതിലടക്കം വൈരാഗ്യമുണ്ടായിരുന്നു അഫാന്. കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഇനിയും നിരവധി ദുരൂഹതകൾ പുറത്തുവരാനുണ്ട്. ക്യാമറാമാൻ അനന്തുബി നായർക്കൊപ്പം ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായി പോയത് ഓട്ടോറിക്ഷയിൽ. ഫോൺ നോക്കിയിരിക്കുകയായിരുന്ന അഫാന് മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നുവെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. കൊലപാതകത്തിന് തൊട്ടുമുമ്പുള്ള അഫ്സാന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ദൃശ്യങ്ങൾ. 24 എക്സ്ക്ലൂസീവ്. നന്നായി അറിയാവുന്ന അഫാൻ 5 പേരെ കൊന്നെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്ന് ശ്രീജിത്ത് പറയുന്നു. 2 തവണയാണ് ഇന്നലെ അഫാൻ ശ്രീജിത്തിന്റെ ഓട്ടോ വിളിച്ചത്. വൈകിട്ട് 3 മണിയോടെ ആദ്യം അനുജൻ അഫ്സാനെ വെഞ്ഞാറമൂട് സഹറൽ മന്തി കടയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. 3:15 സമയത്ത് ഇവന്റെ അനിയനും കൂടെ ഇവിടെ വന്നായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ വന്നായിരുന്നു. വെഞ്ഞാറമൂട് സിന്ധിക്കേറ്റിന് നേരെയുള്ള സഹർ മന്തി ഉണ്ടല്ലോ, സഹർ മന്തി അവിടെ ആക്കി കൊടുത്തു. അവിടെ വണ്ടിക്കൂലി മതി. തിരിച്ചെന്ന വണ്ടിയെന്ന് പറയാം, അവിടെ ആക്കി കൊടുത്തതേ ഉള്ളൂ പുള്ളി. അവിടെ വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. ബൈക്ക് കേടായെന്നും പോലീസ് സ്റ്റേഷന് സമീപത്തെ വർക്ക്ഷോപ്പിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. യാത്രയിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ലെന്ന് ശ്രീജിത്ത്. വണ്ടി എന്താ എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് കംപ്ലൈന്റ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ലെന്ന് പറഞ്ഞു. ഉയർത്തിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, സാധാ കുത്തണമെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു മദ്യത്തിന്റെ സ്മെൽ ചെറുതായിട്ട് തോന്നി. അഫാനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി തൊട്ടു പിന്നാലെ സ്റ്റേഷനിൽ നിന്ന് വിളിയെത്തി. ഫോൺ കട്ട് ചെയ്യാതെ അഫാന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരങ്ങൾ ശ്രീജിത്ത് അറിഞ്ഞത്. എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വിളിക്കുന്നത്. ഇവന് വല്ല മനസ്സിലായിട്ട് എന്തെങ്കിലും പ്രശ്നം? ഞാൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല, മദ്യപിക്കുക, ഞാൻ ഇല്ല, ലഹരിയാണുണ്ട്, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഇവിടെ നിന്ന് പിച്ചിമ്മയൊക്കെ പറഞ്ഞ് ഉമ്മാക്ക് വിഷം കൊടുത്ത്, സൗറിന് വിഷം കൊടുത്ത്, അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൻ ചുമ്മാ പറയണായിരിക്കും, ഞാൻ ഫോൺ കൊണ്ടൊന്ന് കൊടുക്കാം. കൊലപാതകത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കൊല്ലപ്പെട്ട അഫ്സാൻ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ദൃശ്യങ്ങൾ. ഭക്ഷണം വാങ്ങാൻ അഫ്സാനെ അയച്ചത് അഫാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയെന്നും സംശയം. തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന് ഉടൻ നാട്ടിലെത്താനാകില്ല. 3 വർഷമായി ഇക്കാമ പുതുക്കാത്തതാണ് തടസ്സം. പേപ്പർ വർക്കുകൾ ശരിയാക്കി പരമാവധി വേഗത്തിൽ നാട്ടിലെത്തിക്കുമെന്ന് ദമാമിലെ സാമൂഹിക പ്രവർത്തകൻ നാസ് വക്കാം 24-നോട് പറഞ്ഞു.
ഇന്നലെ ഈവനിങ്ങിലാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ പുള്ളി ഉള്ള സ്ഥലത്ത് പോയി കണ്ടു, പ്രത്യേകമായിട്ട് കൂട്ടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പുള്ളിയുടെ മറ്റേ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ അത് സിസ്റ്റമൊക്കെ കുഴപ്പമില്ല. പക്ഷേ പുള്ളിയുടെ വിഷയം എന്ന് വെച്ചാൽ നേരത്തെ കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളി ഇക്കാമ എക്സ്പയറാണ്. അപ്പോൾ സൗദി അറേബ്യയുടെ പ്രസന്റ് നിയമം അനുസരിച്ച് ഒന്നുകിൽ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എംബസി ഫയല് ലേബർ ഫോർവേഡ് ചെയ്യും. ലേബറിന് നാടുകടത്തൽ കേന്ദ്രത്തിലോട്ട് ആ ഫയൽ വിടും. അവിടെ നിന്ന് ഫ്രീ ഓപ്ഷനിൽ തന്നെ ആളിനെ എക്സിലടിച്ച് കയറ്റി വിടും. പക്ഷെ അത് ഏകദേശം 1 മാസം എടുക്കുന്നൊരു പ്രൊസീജിയറാണ്. നമ്മൾ എമർജൻസിക്ക് അത് നടക്കില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പെനാൽറ്റി അടച്ചുകൊണ്ട് സ്പോൺസറെ കൊണ്ട് ഇത് ഇക്കാമ പുതുക്കുക, അടിച്ച് കയറ്റി വിടുക. ഇതിൽ ഏത് വിധേന എന്തായാലും ഈ വരുന്ന വീക്കിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടെ നാട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. രണ്ടാമത് സാമ്പത്തികവും ഈ മരണമായിട്ട് ഒരു ബന്ധവുമില്ല. പുള്ളി പോകുന്നതിനെ സംബന്ധിച്ച് സാമ്പത്തികം സൗദി അറേബ്യയെ സംബന്ധിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി അത്ര പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ തന്നെ എല്ലാവരും സഹകരിക്കും. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. ഈ ടെക്നിക്കലി ഉള്ള ഇഷ്യൂ കാരണമാണ് നീണ്ടുപോകുന്നത്. സുബൈറുദ്ദീനൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുബൈർ, ഈ നിലവിലുള്ള പ്രശ്നം പരിഹരിച്ച് അബ്ദുൾ റഹീമിനെ എപ്പോഴേക്ക് നാട്ടിലെത്തിക്കാൻ കഴിയും എന്നതാണ് പ്രധാന ചോദ്യം. ഒരുപക്ഷെ ഒരാഴ്ചക്കുള്ളിൽ എന്ന് കരുതാൻ കഴിയുമോ സുബൈറുദ്ദീനൂർ? റിജിത്ത്, തീർച്ചയായിട്ടും ഇവിടെ ഈ ദമാമിലെ സാമൂഹ്യ പ്രവർത്തകൻ ആസുവക്കം പറഞ്ഞതുപോലെ തന്നെ ഏറെ മനസാക്ഷി നടുക്കിയ കൂട്ടത്തിൽ നടത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ അവസ്ഥ ഇവിടെ ഏറെ ദയനീയമാണ്. ലോകത്ത് മുഴുവൻ തന്നെ ഒന്നടങ്കം ഏറെ കണ്ണീരിലാഴ്ത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 4 നൂറ്റാണ്ടിലേറെയായി പ്രവാസം നൽകിയ ദുരിതങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് സർവ്വതും തകർന്നുപോയ വാർത്ത കൂടി നാട്ടിൽ നിന്നും അദ്ദേഹത്തെ തേടിയത്. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് അദ്ദേഹം റിയാദിലായിരുന്നു. അതിനുശേഷം ഏകദേശം 1.5 മാസം മുമ്പാണ് അദ്ദേഹം ദമാമിലെത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം കാലാവധി കഴിഞ്ഞ ഇക്കാമയിലാണ് ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ ദമാമിലെ സാമൂഹ്യ പ്രവർത്തകർ, ഇവിടുത്തെ സാംസ്കാരിക സംഘടന പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്പോൺസറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ശരി, സുബൈറുദ്ദീനൂർ ദമാമിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അബ്ദുൾ റഹീമിനെ ഉടൻ നാട്ടിലെത്തിക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട് അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. എന്നാൽ മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ലളിതമായ ജോലികൾ ചെയ്യുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. 88-കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ മാസം 14-നാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിക്കുന്ന അവസ്ഥയായ ബൈലാട്രൽ ന്യൂമോണിയ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആന്റിബയോട്ടിക് ചികിത്സയാണ് നടത്തിവരുന്നത്. നിലവിൽ പനിയോ ശ്വാസതടസ്സമോ അനുഭവപ്പെടുന്നില്ല. ഓക്സിജൻ നൽകുന്നത് തുടരുകയാണ്. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും നടക്കാനാകുന്നുണ്ടെന്നും വത്തിക്കാൻ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നു. രേഖകൾ ഒപ്പിടുന്നത് പോലെയുള്ള ലളിതമായ ജോലികൾ മാർപ്പാപ്പ ചെയ്യുന്നുണ്ട്. ലാബ് പരിശോധനയിലും സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഗസയിലെ ഹോളി ഫാമിലി പള്ളി വികാരിയുമായി മാർപ്പാപ്പ ഫോണിൽ സംസാരിച്ചിരുന്നു. റോമിലുള്ള കർദിനാൾമാർ ഇന്നലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വൻ നിലപാട് മാറ്റവുമായി അമേരിക്ക. UN പൊതുസഭയിൽ റഷ്യയെ അപലപിക്കുന്ന യുക്രൈൻ പ്രമേയത്തെ എതിർത്ത് അമേരിക്ക വോട്ട് ചെയ്തു. യുദ്ധത്തിൽ റഷ്യക്കെതിരെ പരാമർശമില്ലാതെ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടു. യുക്രൈൻ യുദ്ധത്തിന്റെ 3-ാം വാർഷികത്തിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ 2 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് യുക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളും. യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അമേരിക്ക പ്രമേയം അവതരിപ്പിച്ചതെങ്കിലും റഷ്യക്കെതിരായ പരാമർശങ്ങൾ പ്രമേയത്തിലില്ലായിരുന്നു. അമേരിക്കയുടെ പ്രമേയത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വിജയിച്ചതോടെ അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ പ്രമേയം പരാജയപ്പെട്ടു. യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യത്തിന്റെ പിന്മാറ്റം ആവശ്യപ്പെട്ടും റഷ്യയുടെ ചെയ്തികളെ അപലപിക്കുകയും ചെയ്യുന്ന യുക്രൈന്റെ പ്രമേയം 193 അംഗ ജനറൽ അസംബ്ലിയിൽ 93 വോട്ടുകൾക്ക് പാസായി. ഇന്ത്യയടക്കം 65 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 18 രാജ്യങ്ങൾ യുക്രൈനെതിരെ വോട്ട് ചെയ്തു. അമേരിക്ക റഷ്യയ്ക്കൊപ്പം ചേർന്ന് പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു. യുക്രൈൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇതാദ്യമായാണ് അമേരിക്ക റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. സുരക്ഷാ കൌൺസിലിലെ വോട്ടിംഗിൽ അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും വിട്ടുനിൽക്കുന്നതും ഇതാദ്യമായാണ്. അമേരിക്കയും യൂറോപ്പും തമ്മിൽ യുക്രൈൻ വിഷയത്തിലുള്ള ഭിന്നതകൾ ഇതോടെ മറനീക്കി പുറത്തുവന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ. 30-17 LDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. 12 വാർഡുകളിൽ UDF ജയിച്ചു. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPI പിടിച്ചെടുത്തു. തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടന്നിരിക്കെ തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ മുന്നണികൾ ഏറെ ആകാംക്ഷയോടെയാണ് കണ്ടത്. ഫലം പുറത്തു വരുമ്പോൾ LDF-ന്റെ മേധാവിത്വമാണ് ദൃശ്യമാകുന്നത്. 30 വാർഡുകളിൽ 17 ജയിച്ചാണ് LDF നില ഭദ്രമാക്കിയത്. ചിലയിടങ്ങളിൽ LDF സീറ്റുകൾ പിടിച്ചെടുക്കാനായെങ്കിലും UDF-ന് 12 ജയിക്കാനായുള്ളൂ. ഒരിടത്ത് SDPI ആണ് വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 30 വാർഡുകളിൽ LDF 20, UDF 10 എന്നതായിരുന്നു കക്ഷിനില. ഫലം വന്നപ്പോൾ 17 സീറ്റിലേക്ക് ചുരുങ്ങിയ LDF-ന് 3 സീറ്റ് കുറഞ്ഞു. 2 സീറ്റ് അധികമായി നേടാനായതിനാൽ ഫലം UDF-ന് അത്ര മോശമല്ല. തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ സിറ്റിംഗ് സീറ്റ് SDPI പിടിച്ചെടുത്തത് കോൺഗ്രസിന് ഞെട്ടലായി. 226 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SDPI വിജയിച്ചത്. 12 സീറ്റിലാണ് UDF ജയിച്ചത്. അതിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതി, ഒരു സീറ്റിൽ SDPI ജയിച്ചിട്ടുണ്ട്. SDPI ജയിച്ചത് UDF-ന്റെ പിന്തുണയോടുകൂടിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കാനുള്ളത്. തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡ് LDF നിലനിർത്തി. CPI-യിലെ V ഹരികുമാർ 12 വോട്ടിനാണ് വിജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടമലയിൽ UDF വിജയിച്ചു. നേരത്തെ 100 വോട്ടുകൾക്ക് ജയിച്ചിരുന്ന ഇവിടെ 397 വോട്ടിനാണ് UDF വിജയിച്ചത്. പൂവച്ചൽ പഞ്ചായത്തിലെ പുളിങ്കോട് വാർഡ് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. ഇടുക്കി വാത്തുകുടി പഞ്ചായത്ത് ദൈവമേട് വാർഡ് LDF പിടിച്ചെടുത്തു. 10 താഴെ വോട്ടുകൾക്കാണ് കോൺഗ്രസിന് ഇവിടെ സീറ്റ് നഷ്ടമായത്. കരിങ്കുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡ് UDF LDF-ൽ നിന്ന് പിടിച്ചെടുത്തു. കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ കുഞ്ഞല്ലൂർ വാർഡ് LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. എറണാകുളത്തെ അശമനൂർ പഞ്ചായത്തിലും UDF അട്ടിമറി വിജയം നേടി. 30 തദ്ദേശഭരണ വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിലും 28 വാർഡുകൾ മാത്രമാണ് വോട്ടെടുപ്പുണ്ടായത്. 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ, ചീമേനി, മടിക്കൈ പഞ്ചായത്തുകളിലെ വാർഡുകളാണ് ഇടത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 24 തിരുവനന്തപുരം. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച് തോമസ് കെ തോമസ്. 14 ജില്ലാ പ്രസിഡന്റുമാരും പിന്തുണ പ്രഖ്യാപിച്ചു. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറായിരിക്കും പ്രഖ്യാപനം നടത്തുക. 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് ആരാകണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം അറിയാൻ ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവധിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 14 ജില്ലാ പ്രസിഡന്റുമാരും നിലപാട് അറിയിച്ചത്. 38 ഭാരവാഹികളോടും അഭിപ്രായം തേടി. യോഗത്തിൽ PC ചാക്കോയും പങ്കെടുത്തു. തോമസ് കെ തോമസിനെ NCP സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന നിലപാടിൽ AK ശശീന്ദ്രൻ പക്ഷം ഉറച്ചുനിന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ വികാരം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ജിതേന്ദ്ര അവാദ്. So I've heard everybody in person and given them the liberty to say whatever they want, which will be kept confidential. A decision will not be taken now, to be very clear. AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം PC ചാക്കോ രാജിവെച്ചത്. അതേസമയം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ചോദ്യങ്ങളോട് PC ചാക്കോ മൗനം തുടരുകയാണ്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി PC ചാക്കോ തുടരും. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.